നമസ്കാരം. ആലത്തൂരിലെ പരാജയവും അതിനുശേഷം ഉണ്ടായ കോൺഗ്രസിനകത്തുണ്ടായ ചില ചേരിതിരിവുകളുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലം വരാൻ പോകുന്നു. അവിടെ പാലക്കാടും ഒപ്പം തന്നെ ചേലക്കരയും അതിനോടൊപ്പം വയനാടുമൊക്കെ ഉണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലവും 2 നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു പോയ രമ്യ ഹരിദാസിന് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അവരെ ഏതെങ്കിലും ഒരു അധികാര ശ്രേണിയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുമോ? അല്ലെങ്കിൽ ഒരു പദവി കൂടി കൊടുത്ത് അവരെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് മാറ്റുമോ? ഇല്ല എങ്കിൽ ചേലക്കരയിൽ നിർത്തി മത്സരിപ്പിക്കുമോ? ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ രമ്യയോട് ഒന്നും പറയാതെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ചേലക്കരയിൽ അതിനിടയിൽ ചരടുവലികൾ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ. അവരുടെ പട തന്നെയുണ്ട്. കോൺഗ്രസ് നേതൃത്വം മുൾമുനയിൽ നിൽക്കുന്നു. ചേലക്കരയിലെ സ്ഥാനാർത്ഥി ആര് എന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മനസ്സിൽ ഒന്നിലധികം പേരുകളുണ്ട്. സംസ്ഥാനത്ത് വീശുന്ന UDF അനുകൂല കാറ്റിൽ ഇടതുകോട്ടയായിട്ടുള്ള ചേലക്കര കടപുഴകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഇതുകൊണ്ട് തന്നെ ചേലക്കരയെ സ്വപ്നം കണ്ടുറങ്ങുന്ന നേതാക്കൾ പാർട്ടിയിൽ ചരടുവലി ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകളിലേക്ക് നേതൃത്വം കടന്നിട്ടില്ല എങ്കിലും മുൻ MP കൂടിയായിട്ടുള്ള രമ്യ ഹരിദാസിൻ്റെ പേരിനാണ് മുൻതൂക്കം കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടുവെങ്കിലും ചേലക്കരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ രമ്യയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. രാധാകൃഷ്ണൻ്റെ വാർഡിലടക്കം രമ്യയ്ക്ക് കൂടുതൽ വോട്ട് ലഭിച്ചു. അതുകൊണ്ട് തന്നെ രമ്യ മത്സരിക്കുകയാണ് എങ്കിൽ CPM-ൽ നിന്നും ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാനാകുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇതുവരെയും നേതൃത്വത്തിൽ നിന്നും ഒരു നിർദ്ദേശവും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് രമ്യ പറയുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനമെല്ലാം നേതൃത്വമാണ് കൈക്കൊള്ളേണ്ടത്. താൻ പാർട്ടി പ്രവർത്തക മാത്രമാണ്. തന്നിലേൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അത് ഭംഗിയായി നിർവഹിക്കുക അല്ലെങ്കിൽ നിറവേറ്റുക എന്നതാണ് തൻ്റെ ജോലിയെന്നും രമ്യ പറയുന്നുണ്ട്. ആലത്തൂരിലെ പരാജയത്തെക്കുറിച്ചൊക്കെ നേതൃത്വമാണ് പരിശോധിക്കേണ്ടതെന്നുകൂടി രമ്യ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടി വളരെ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. തൃശ്ശൂർ മണ്ഡലത്തിലെ പരാജയത്തെക്കുറിച്ചാണ് ഇപ്പോൾ നേതൃത്വം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും തൃശ്ശൂരിലെയും ആലത്തൂരിലെയും റിപ്പോർട്ട് ഒരുമിച്ച് തയ്യാറാക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും താനൊരു പാർട്ടി പ്രവർത്തക മാത്രമാണ് എന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നത് മാത്രമാണ് തൻ്റെ ജോലി. ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചെല്ലാം പാർട്ടി നേതൃത്വം ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നും 2019 തന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ് എന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത് പാർട്ടിയാണ് എന്നും പാർട്ടി നിർദ്ദേശം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തക മാത്രമാണ് താനെന്നും രമ്യ ഹരിദാസ് കുറിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1965 ചേലക്കര മണ്ഡലം നിലവിൽ വന്നത് മുതൽ പട്ടികജാതി സംവരണ മണ്ഡലമാണിത്. തിരുവില്ലാമല്ല, പഴയന്നർ, കൊണ്ടാഴി, ചേലക്കര, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, വരവൂർ, ദേശമംഗലം എന്നിങ്ങനെ 9 പഞ്ചായത്തുകളാണ് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ തിരുവില്ലാമല്ല, കൊണ്ടാഴി, പഴയന്നൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ UDF ആണ് ഭരണത്തിൽ. മറ്റ് 6 പഞ്ചായത്തുകളും LDF-ൻ്റെ കൈകളിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ LDF തന്നെയാണ് ഭരണത്തിലിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ചേലക്കര തത്വത്തിൽ ഇടത് കോട്ടയാണ്. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 14 തിരഞ്ഞെടുപ്പുകളാണ് ഇവിടെ നടന്നത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിരുന്നു വിജയം. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ CPM മണ്ഡലം പിടിക്കുന്നു. 1970 മുതൽ 80 വരെ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മണ്ഡലം നിലനിർത്തുന്നു. KK ബാലകൃഷ്ണനായിരുന്നു തുടർച്ചയായിരുന്നു കോൺഗ്രസിന് വേണ്ടി വിജയിച്ചത്. എന്നാൽ 82-ൽ CK ചക്രവാണിയിലൂടെ CPM വീണ്ടും മണ്ഡലം തിരിച്ചുപിടിച്ച് 1987-ൽ മണ്ഡലം കോൺഗ്രസിൻ്റെ കൈകളിലെത്തുകയും ചെയ്തു. 91-ലും കോൺഗ്രസിനായിരുന്നു വിജയം. 96 മുതലാണ് മുൻമന്ത്രി കൂടിയായിട്ടുള്ള K രാധാകൃഷ്ണൻ ചേലക്കരയിൽ മത്സരത്തിന് ഇറങ്ങുന്നതും കന്നി അംഗത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചതും. തുടർന്ന് 4 തവണയാണ് രാധാകൃഷ്ണൻ CPM-ന് വേണ്ടി മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത്. 2016-ൽ അദ്ദേഹം മാറിയിരുന്നപ്പോൾ UR പ്രദീപായിരുന്നു അന്ന് മത്സരിച്ചത്. അന്നും CPM-നൊപ്പമാണ് ചേലക്കര മണ്ഡലം നിലനിന്നത്. K രാധാകൃഷ്ണൻ ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ചതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. രാധാകൃഷ്ണൻ്റെ അഭാവത്തിൽ മണ്ഡലം പിടിക്കാനാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. എന്നാൽ അത് നേടിയെടുക്കുവാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു ഭാരമാണ് ചേലക്കരയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുമാത്രമല്ല, ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാനും പോകുന്നു. രമ്യയോട് മത്സരിക്കാൻ ചേലക്കരയിൽ എത്തുന്നത് UR പ്രദീപായിരിക്കും. UR പ്രദീപ് എന്ന കരുത്തനായ സഖാവിനെ അവിടെ നിർത്തി വിജയിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരിക്കും CPM ചെയ്യാൻ പോകുന്നത്. ഒപ്പം പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും കരുത്തന്മാരുടെ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ
രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല അവിടെ പി ടി ബൽറാമിൻ്റെയും ഡോക്ടർ സരിൻ്റെയും ഒക്കെ പേരുകൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോഴും അവരിൽ നിന്നെല്ലാം വിഭിന്നനായി കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നാൽ വലിയൊരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട്. ഒപ്പം നികേഷ് കുമാറും എം സ്വരാജും LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അതിൽ നികേഷ് കുമാറിന് സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നികേഷ് കുമാർ മത്സരത്തിനിറങ്ങുമ്പോൾ CPMൻ്റെ ചെങ്കൊടി പാറിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവരും എത്തുന്നത്. മറ്റൊന്ന് പത്മജ വേണുഗോപാലോ ശോഭാ സുരേന്ദ്രനോ അടക്കമുള്ള BJPയുടെ നേതാക്കൾ കൂടി ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത വളരെ വലുതാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും, നികേഷ് കുമാർ പാലക്കാട് CPMൻ്റെ സ്ഥാനാർത്ഥിയാകും, പത്മജ വേണുഗോപാൽ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാകും. ഇങ്ങനെ പാലക്കാടിനൊരു പാക്കേജ്. അതുപോലെ തന്നെയാണ് ആലത്തൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസിന് മുൻതൂക്കമുണ്ടാകുന്നു. അവരായിരിക്കും അവിടെ എത്തുക. ഒപ്പം UR പ്രദീപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുണ്ടായേക്കാം. C കൃഷ്ണകുമാറിനെ ചേലക്കരയിലേക്ക് മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. വലിയ മത്സരങ്ങൾക്ക് വേദിയാവുകയാണ് പാലക്കാടും ഒപ്പം ചേലക്കരയും.